ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിപിഐയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. സിപിഐ മത്സരിക്കുന്ന തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത്. പാർട്ടി മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ നേരിട്ട അവഗണനയും സിപിഐ നേതൃയോഗങ്ങളിൽ ഉയരും. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഗോപാൽ ഷീല സനലാണ്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. സിപിഐയുടെ നേതൃയോഗങ്ങൾ ഇന്ന് നടക്കാനിരിക്കെ നേരത്തെ തന്നെ ഒരു സൂചനാ പട്ടികയൊക്കെ സിപിഐയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരുന്നു. ആനി രാജ ഉൾപ്പെടെയുള്ള ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന നേതാക്കളൊക്കെ ആ പട്ടികയിലുണ്ട്. ഇന്നിപ്പോൾ ഈ യോഗങ്ങൾ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയാവുക? അന്തിമ തീരുമാനം വരുമോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ? ഹർഷ, സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. അപ്പോഴും അതൊരു നിർണയം എന്ന അന്തിമഘട്ടത്തിലേക്കൊന്നും പോവുകയില്ല. പ്രാഥമികതല ചർച്ചകൾ, അതായത് ഒരു ഏകോപിപ്പിച്ച രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുക. സ്ഥാനാർത്ഥി നിർണയം എത്തരത്തിലാകണം, ഏതൊക്കെ ആളുകളെ പരിഗണിക്കാം, ഏതൊക്കെ ഘടകങ്ങൾ ആ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കും എന്നതൊക്കെ ഈ ചർച്ചയിൽ ഇന്ന് ഉയർന്നു വരും. 3 ദിവസങ്ങളായാണ് ഈ ചർച്ച നടക്കുന്നത്. അതായത് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കൌൺസിൽ യോഗങ്ങളും നടക്കും. പ്രധാനമായും 4 സീറ്റുകളിലാണ് സിപിഐ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് എന്നീ സീറ്റുകളാണ് ഈ മത്സരിക്കാൻ സിപിഐക്ക് വിട്ടുകൊടുക്കപ്പെട്ട, അല്ലെങ്കിൽ ഘടക കക്ഷികൾ എന്ന നിലയ്ക്ക് വിട്ടുകൊടുക്കപ്പെട്ട സീറ്റുകൾ. ഇതിൽ 2 സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് വെക്കണം എന്ന ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾ പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരും. അതിനോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധി സിപിഐ നേരിടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെയും ഒരു സ്ഥാനാർത്ഥി പേര് പോലും കൃത്യമായ രീതിയിൽ മുന്നോട്ട് വെക്കാനോ അത് ചർച്ച നടത്താനോ സിപിഐക്ക് സാധിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനി രാജയുടെയും പന്ന്യൻ രവീന്ദ്രന്റെയും അടക്കമുള്ള പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും അതെല്ലാം തന്നെ ആ നേതാക്കൾ തന്നെ തങ്ങൾ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ല സിപിഐയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടയായി തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ മാവേലിക്കരയിലും തൃശൂരിലും വലിയ പ്രതീക്ഷയാണ് സിപിഐ മുന്നോട്ട് വെക്കുന്നത്. സിപിഐയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഇടങ്ങളിലും ഒരു പരിധിവരെയെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മാവേലിക്കരയിലാണെങ്കിൽ എവൈഎഫിന്റെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള അരുൺ മത്സരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഒരു തീരുമാനം എന്നതിനപ്പുറം ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ എന്ന തരത്തിലേക്കാണ് ആ ഒരു ചർച്ചകളെല്ലാം തന്നെ രൂപപ്പെട്ടു വരുന്നത്. തൃശൂരിലും നമ്മൾ നേരത്തെ കണ്ടതാണ്, മുൻ മന്ത്രിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിന് നറുക്കു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എങ്കിലും ഈ തീരുമാനങ്ങൾക്കെല്ലാം ഔദ്യോഗികമായ തുടക്കം, അല്ലെങ്കിൽ ഈ ചർച്ചകൾക്കെല്ലാം ഔദ്യോഗികമായ തുടക്കം എന്നോണമാണ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരുന്നത്. അതേസമയം തന്നെ മറ്റൊരു ആലോചന കൂടി സിപിഐയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ആ ഒരു വിഷയം കൂടി ഇന്ന് യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, സിപിഐയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന 4 മണ്ഡലങ്ങളാണ് സിപിഐയുടെ മുന്നിലുള്ളത്. അപ്പോൾ അവിടെ ആരൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെടുക്കേണ്ട തീരുമാനം തന്നെയാണ്.